ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നല്ലൊരു മസാലയാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും 2 ക്യാപ്സിക്കവുമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നീളത്തിലാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് രണ്ടും, അതായത് ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കടുകെണ്ണയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഏതാണോ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കടുകെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇത്രയും ഫ്രൈ ആക്കി എടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഫ്രൈ ആകേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മല്ലിയും 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. സവാളയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ട് സവാള വഴറ്റിയെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് സവാള ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എപ്പോഴും പറയുന്നത് പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ അതിന് പകരം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുത്തില്ല, അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിക്ക, ചെറിയ 2 തക്കാളിക്ക ഒന്ന് നന്നായിട്ട് അരച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 3-4 മിനിറ്റ് എടുക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. തക്കാളിക്കയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാലക്കൂട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ മസാല ഒക്കെ നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഈ കറിയിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ രുചിക്ക് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതില്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗമാണ് ഫ്രൈ ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഈ ക്യാപ്സിക്കവും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്കൊക്കെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ തന്നെ ഇപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും ഞാൻ ഒന്നും കൂടി അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും ഒക്കെ കറക്റ്റിന് വെന്ത് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം അങ്ങ് ഒരുപാട് വെന്ത് പോകണ്ട, ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്താൽ മതിയേ. എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇതുപോലെ ഉരുളക്കിഴങ്ങുമായിട്ട് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാപ്സിക്കം ഇഷ്ടപ്പെടാത്തവർക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.